ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിലാണ്. നമ്മളോടൊപ്പം UDF സ്ഥാനാർത്ഥി CK കാസിമാണുള്ളത്. ഒരു കാലത്ത് UDFിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ തന്നെ കുത്തക മണ്ഡലം എന്നുള്ളതാണ് തിരുവമ്പാടിയുടെ വിശേഷണം. എന്നാൽ സ്ഥിതി ഇപ്പോൾ അതല്ല. അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പോകുന്ന സമയത്ത്, പ്രചരണം പോകുന്ന സമയത്ത് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ആദ്യം പറഞ്ഞാണ് തോന്നുന്നത് UDFിൻ്റെ കുത്തകയാണ്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. 2 പ്രാവശ്യം പോയത് അതിൻ്റെയും കൂടെ പലിശ സഹിത പ്രാവശ്യം തിരിച്ചു പിടിക്കും. 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. എന്തൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രചരണത്തിലെ പ്രധാന വിഷയം? അല്ല, ഒന്ന് ഈ കൊട്ടിഘോഷിക്കപ്പെട്ട വികസനത്തിനപ്പുറം ജനങ്ങൾ കൂടി ബോധ്യപ്പെടുന്ന വികസനം. നമ്മൾ ആദ്യം മുതലേ പറഞ്ഞതാണ്. സാധാരണ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുമ്പോൾ പിന്നെ അവരോട് വികസനത്തിൻ്റെ കഥ പറയുമ്പോൾ അവന് സ്വന്തം കാര്യം കഴിഞ്ഞിട്ടല്ലേ മറ്റെല്ലാ വികസനമുള്ളൂ. അത് ഇപ്പോഴത്തെ ഈ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് വന്യമൃഗശല്യ. 10 വർഷമായിട്ട് ഉണ്ടായിരുന്ന MLA മാരോ സർക്കാരോ ഒരു ചെറുവരിൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ള എല്ലാവരും പറയും. അത് അവരും പറയുന്നുണ്ട്. നമ്മളീ പറയുന്നതിനൊന്നും അവർ മറുപടി പറയാത്തതിൻ്റെ കാരണം അതാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഈ മലയോര മേഖലയിലൊക്കെ ഈ ലാൻഡ് ട്രിബ്യൂണലിൽ കൊടുത്തിരിക്കുന്ന പട്ടയപ്രകാരം സ്വസ്ഥമായി ഉള്ള ഭൂമിയിൽ പന്നിയായാലും ആനയായാലും ഇറങ്ങിയാലും ഭൂമി അവിടെ ഉണ്ടല്ലോ എന്ന് വിശ്വാസത്തിൽ കിടന്നുറങ്ങിയ കർഷകൻ രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്നത് ഫോറസ്റ്റ് വകുപ്പ് ചെണ്ട ഇറക്കി വെച്ചിട്ടിരിക്കുന്ന ഇതൊക്കെ എവിടുത്തെ നിയമം? അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് 2023 ഇങ്ങനെ നിയമം ഉണ്ടാക്കി. അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കേണ്ട സർക്കാർ ജനങ്ങളെ നിരന്തരം ദ്രോഹിക്കുന്ന നിലപാടെടുക്കുമ്പോൾ ജനങ്ങൾക്കതിൽ വലിയ പ്രതികാരം ഉണ്ടാകും. ഈ മലയോര ഹൈവേ, ഒപ്പം തന്നെ ആനക്കാംപൊയിൽ, കള്ളാടി, മേപ്പാടി തുരങ്കപാത ഉൾപ്പെടെയുള്ള വലിയ വികസന പ്രവർത്തനങ്ങളാണ് ലിൻഡോ മുന്നോട്ട് വയ്ക്കുന്നത്. 14-15 ബഡ്ജറ്റ് അന്ന് UDFിൻ്റെ സർക്കാരാണെന്ന് സംശയമില്ലല്ലോ. ആ ബഡ്ജറ്റിൽ അന്നത്തെ UDFിൻ്റെ ധനമന്ത്രിയായിട്ടുള്ള മാണി സാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വന്നൊരു പ്രൊവിഷനാണ് ഈ ആനക്കാംപൊയിൽ, കള്ളാടി, മേപ്പാടി തുരങ്കപാത അല്ല ബദൽപാത. ഈ 20 കോടി രൂപ അനുവദിച്ച് ആ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് റൂബി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി, നമ്മുടെ കാലത്താണ് അതിനായി പറയുന്നത്, സർവേ നടത്തിയപ്പോഴാണ് അവരാണ് പറയുന്നത് ഇവിടെ ഒരു പാതയേക്കാൾ നല്ലത് ഒരു ടണലാണ് എന്നുള്ള പ്രപ്പോസൽ വെക്കുന്നത്. അത് ഞാൻ പറയുന്നതല്ല, മുൻ MLA ഇവിടെ ഉണ്ടായിരുന്ന CPMൻ്റെ മുൻ MLA അദ്ദേഹം പറഞ്ഞു ഈ ഒരു പാത, ഈ തുരങ്കപാത ഇവിടെ പ്രാവർത്തികമാകാൻ തുടങ്ങുമ്പോൾ ഒരാൾ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് KM മാണി സാർ എന്നാണ്. KM മാണി സാർ എന്ന് UDFിൻ്റെ മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ആ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച വന്നൊരു പദ്ധതി ഏറ്റെടുത്ത് കൊണ്ടുകിടന്നതിന് അല്ലെങ്കിൽ ഇവിടം വരെ എത്തിച്ചതിനാണ് നിലവിൽ MLAക്ക് 100. ഇപ്പോൾ ഇവർ പറയുന്നത് മൊത്തം ഇത് കണ്ടുപിടിച്ച തിരുവമ്പാടി കണ്ടുപിടിച്ച തന്നെ MLA ആണെന്നാണ്. ഇത് മുഴുവനായ ആവശ്യമായ മാൻഡേറ്ററി പേപ്പറുകളും കൺസേൺസുകളൊക്കെ വാങ്ങിയിട്ട് വേണം ഏത് വികസന പ്രവർത്തനം നടത്തേണ്ടത്. അല്ലാതെ ഈ തട്ടിക്കൂട്ടി വികസന പ്രവർത്തനം നടത്തിയാൽ അത് വഴിയിൽ തടസ്സപ്പെട്ടു പോകും. ഏതായാലും തിരക്കിനിടയിൽ സംസാരിച്ചതിന് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്.